മൂവി വൈബ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ സിനിമാ നടി ധന്യ മേരി വർഗീസിനെയും ഭർത്താവ് ജോൺ ജേക്കബിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻനിര മാധ്യമങ്ങളെല്ലാം ഈ വലിയ ഫ്ളാറ്റ് തട്ടിപ്പ് മറച്ചുവെക്കുകയായിരുന്നു. ധന്യയും ഭർത്താവും അറസ്റ്റിലായതോടെ അവരും വാർത്തകൾ നൽകാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 50-ലേറെ പേരിൽ നിന്ന് കോടികൾ തട്ടിയെന്ന കേസിലാണ് ധന്യയുടെ ഭർതൃപിതാവ് ജേക്കബ് സാംസൺ അറസ്റ്റിലായത്. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് പണം തട്ടിയത്. പ്രസ്തുത കമ്പനിയുടെ സെയിൽസ് വിഭാഗം ഡയറക്ടറായിരുന്നു ധന്യ മേരി വർഗീസ്. ചലച്ചിത്ര താരം എന്ന ഇമേജ് ഉപയോഗിച്ച് ധന്യ നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. PRD അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച ജേക്കബ് സാംസൺ, മക്കളായ ജോൺ, സാം എന്നിവരാണ് കമ്പനി ഡയറക്ടർമാർ. ഇതിൽ ചലച്ചിത്ര നടനും മ്യൂസിക് ഷോ അവതാരകനും കൂടിയായ ജോണാണ് ധന്യ മേരി വർഗീസിനെ വിവാഹം ചെയ്തിരിക്കുന്നത്. ഇരുവരുടെയും സെലിബ്രിറ്റി പശ്ചാത്തലം ഉപയോഗിച്ച് ധാരാളം ആളുകളെ ചതിയിൽപ്പെടുത്തിയതായി പോലീസിന് ലഭിച്ച പരാതിയിൽ പറയുന്നു. മ്യൂസിയം, കന്റോൺമെന്റ്, പേരൂർക്കട പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പിനെതിരെ കേസെടുത്തത്. 2011 മരപ്പാലത്ത് നോവ കാസിൽ എന്ന ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി ഇവർ അഡ്വാൻസ് തുക കൈപ്പറ്റി. 40 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ഇവർ പലരിൽ നിന്നായി വാങ്ങിയത്. പണി പൂർത്തിയാക്കി 2014 ഡിസംബറിൽ ഫ്ളാറ്റ് കൈമാറാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും ഫ്ളാറ്റ് നൽകാതിരുന്നതിനെ തുടർന്ന് പണം നൽകിയവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. കൂത്താട്ടുകുളം ഇടയാർ വർഗീസിന്റെയും ഷീബയുടെയും മക്കളായ ധന്യ മേരി മധുപാൽ സംവിധാനം ചെയ്ത തലപ്പാവ് എന്ന ചിത്രത്തിലൂടെയാണ് നായികയായത്. പിന്നീട് വൈരം, ദ്രോണ തുടങ്ങിയ ചിത്രങ്ങളിൽ ധന്യ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 2006 തിരുടി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ധന്യ വെള്ളിത്തിരയിൽ അരങ്ങേറിയത്. അതിനു മുൻപ് മോഡലിംഗിലും ധന്യ സജീവമായിരുന്നു. നന്മ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാളത്തിലെ അരങ്ങേറ്റം. റെഡ് ചില്ലീസ്, കേരള കഫേ, നായകൻ, കരയിലേക്ക് ഒരു കടൽ ദൂരം, വീട്ടിലേക്കുള്ള വഴി എന്നിവയിൽ നല്ല വേഷങ്ങളാണ് ലഭിച്ചത്. ശിവപുരം, മകരനിലാവ്, ചെറിയ കള്ളനും വലിയ പോലീസും, കോളേജ് ഡേയ്സ്, ഓർമ്മ മാത്രം, പ്രണയം, പ്രകൃതി, എന്നെന്നും ഓർമ്മയ്ക്കായി, ദൈവത്തിന്റെ സ്വന്തം ദൈവൂട്ടി എന്നിവയാണ് ധന്യ അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ. ഇത്തരത്തിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ച ധന്യയ്ക്ക് മലയാള സിനിമയിൽ ധാരാളം കൂട്ടുകാരുമുണ്ട്. ഏറ്റവും അടുപ്പം ഭാവനോടായിരുന്നു. സരയു, മുക്ത, ഭാമ, സന്ധ്യ തുടങ്ങിയവരുമായി നല്ല സൗഹൃദമാണെന്നും ധന്യ പറഞ്ഞിരുന്നു. USA, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലെല്ലാം സ്റ്റേജ് ഷോയ്ക്കായി പോയിട്ടുമുണ്ട് ധന്യ. നിരവധി ആൽബങ്ങളിലും ധന്യ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ വിവാഹശേഷം സിനിമാ ലോകത്തുനിന്ന് വിട്ടുനിന്ന ധന്യ മുഴുവൻ സമയവും ജോണിന്റെ കൂടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ദ്രോണ എന്ന സിനിമയിൽ ജോണും ധന്യയും അഭിനയിച്ചിരുന്നു എങ്കിലും കോമ്പിനേഷൻ സീനുകൾ ഇല്ലായിരുന്നു. ഭർത്താവായ ജോൺ അമൃത ടെലിവിഷൻ ചാനലിലെ സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോയിലൂടെയാണ് ശ്രദ്ധേയനായത്. ടൂർണമെന്റ് എന്ന സിനിമയിൽ 4 യുവനായകന്മാരിൽ ഒരാളായിരുന്നു ജോൺ. എന്നാൽ ധന്യ മേരി വർഗീസിന് ഈ കേസിൽ നേരിട്ട് പങ്കില്ലെന്നാണ് ധന്യയുടെ സഹോദരൻ ഡിക്സൺ വർഗീസ് പറയുന്നത്. എന്തായാലും ആഡംബര ജീവിതം നയിച്ചിരുന്ന ധന്യയ്ക്കും ഭർത്താവിനും ഇനി കുറച്ചു കാലത്തേക്ക് ജയിൽ ജീവിതം ഉറപ്പായിരിക്കുകയാണ്. സരിത കഴിഞ്ഞിരുന്ന അട്ടക്കുളങ്ങര ജയിലിലാണ് ഇപ്പോൾ ധന്യ മേരി വർഗീസ്.